ഏകദേശം 18 കോടി വർഷങ്ങൾക്കു മുമ്പ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് പാഞ്ചിയ എന്ന ഒറ്റ മഹാഭൂഖണ്ഡമായിരുന്നു. നമ്മുടെ ഇന്ത്യയും ഈ വലിയ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ ഭീമാകാരമായ ടെക്ടോണിക് പ്ലേറ്റ്സ് ചലനം കാരണം പാഞ്ചിയ പിളരാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ ഫലകം ഈ കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് ഒരു വലിയ ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് വടക്ക് ദിശയിലേക്ക് യൂറേഷ്യൻ ഫലകത്തെ ഏഷ്യ ലക്ഷ്യമാക്കി അതിവേഗം സഞ്ചരിക്കാൻ തുടങ്ങി. ഈ യാത്രയ്ക്കിടെ ഇന്ത്യയുടെ വേഗത അതിശയകരമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രതിവർഷം 20 സെന്റിമീറ്റർ വരെ വേഗതയിൽ ഏറ്റവും വേഗതയേറിയ ആധുനിക ഫലകചലനത്തേക്കാൾ ഇരട്ടി ഇത് സഞ്ചരിച്ചതായി ശാസ്ത്രം പറയുന്നു. വർഷങ്ങൾ നീണ്ട ഈ യാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ ഫലകം യൂറേഷ്യൻ ഫലകവുമായി ശക്തിയായി കൂട്ടിയിടിച്ചു. 2 വൻകര ഫലകങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ ആഘാതത്തിൽ രണ്ടിന്റെയും പുറന്തോടുകൾ പരസ്പരം ഞെരുങ്ങുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഇതിന്റെ ഫലമായാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയ പർവ്വതനിരകൾ രൂപം കൊണ്ടത്. ഈ കൂട്ടിയിടി ഒരു പൂർണ്ണമായ സംഭവമായി അവസാനിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഇന്ത്യൻ ഫലകം ഇന്നും പ്രതിവർഷം ഏകദേശം 5 സെന്റിമീറ്റർ വേഗത്തിൽ ഏഷ്യയിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുടർച്ചയായ സമ്മർദ്ദമാണ് ഹിമാലയത്തെ ഇന്നും വളർത്തുന്നതിന് കാരണമാകുന്നതും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഈ പർവ്വതങ്ങൾ ഇന്നും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.